വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചവരാണോ? ഭജനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനഭാഗങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണങ്ങൾ തിരയുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വിശ്വാസം കേൾവിയിൽ നിന്നുമാണ് ആരംഭിക്കുക. ക്രിസ്തുവിനെ പറ്റിയുള്ള കേൾവി കൊണ്ട് മാത്രം ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സിനഗോഗ് അധികാരി ജൈറോസ്, രക്തസ്രാവക്കാരി സ്ത്രീ, ബർത്തമിയൂസ് എന്ന അന്ധയാചകൻ എന്നിങ്ങനെ ഒത്തിരിയധികം പേരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. കാഴ്ച കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച, ക്രിസ്തുവിൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച ലോങ്ങിനൂസ് എന്ന പടയാളിയെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെട്ട ദിവ്യവചസ്സുകളാൽ വിശ്വാസത്തിലേക്ക് ഉയർന്ന് മത്തായിയായി മാറിയ ചുങ്കക്കാരൻ ലേവി, ചുങ്കക്കാരനായ സക്കേയൂസ്, സമറിയാക്കാരി സ്ത്രീ എന്നിങ്ങനെ ധാരാളം പേരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നിഴൽ സ്പർശിച്ചാൽ മതി, വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ മതി, ഞങ്ങൾ ജീവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒത്തിരിയധികം പേരെ വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാ ചരിത്രത്തിലും ഇന്നിൻ്റെ ലോകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണങ്ങൾ തിരയുന്ന ഫരിസേയരെയും നിയമജ്ഞരെയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. ഇവരെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്: ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഒന്ന് നല്ല രീതിയിൽ ആത്മശോധന ചെയ്യുകയാണെങ്കിൽ നമ്മളും പലപ്പോഴും ഈ ചിന്താഗതിയുള്ളവരായി മാറാറുണ്ട്. നമ്മൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു, രോഗശാന്തി പ്രതീക്ഷിക്കുന്നു, സ്വർഗത്തിൽ നിന്നുമുള്ള സ്വരം കേൾക്കാൻ കൊതിക്കുന്നു, മാതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരും തേനുമൊക്കെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കുന്നു, ഉറപ്പിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമ്മൾ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തെ പരീക്ഷിക്കുകയാണ് എന്ന വസ്തുത നാം ഒരിക്കലും മറന്നുപോകരുത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവം എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവഹിതത്തിന് അനുയോജ്യമായി നന്മയിലും വിശുദ്ധിയിലും ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ സ്വർഗീയ നന്മകളും മാനുഷികമായ കൃപകളും തക്കതായ സമയത്ത് ദൈവം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അനുഗ്രഹങ്ങൾക്കായി മാത്രം ക്രിസ്തുവിനെ സമീപിക്കാതെ ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നാം ഒരുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പക്വതയാർന്ന വിശ്വാസം. ഇന്ന് നാം സഭാമാതാവോടൊന്നു ചേർന്ന് പക്വതയാർന്ന വിശ്വാസത്തിൻ്റെ ഉടമയായ വിശുദ്ധ അപ്പോളിനാറിയോസിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. സ്വന്തം ജീവിതം തന്നെ അപകടത്തിലായിട്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഒരു മടിയും വിരസതയും കാണിക്കാതെ റാവന്ന എന്ന പട്ടണത്തിൽ 4 തവണ ധാരാളം എതിർപ്പുകളും ശാരീരികമായ ശതങ്ങളും ഉണ്ടായെങ്കിലും ഈ വിശുദ്ധൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസത്തിൽ പക്വത പ്രാപിക്കുവാനും പക്വതയാർന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായി ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എനിക്ക് വേണ്ടുന്ന എല്ലാം തക്കതായ സമയത്ത് നൽകാം എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.